ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. കടം വലിയ അപകടമാണ്, അത് വലിയ സങ്കടവുമാണ്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കടം വാങ്ങാത്തവരോ കൊടുക്കാത്തവരായോ ആരും ഉണ്ടാകില്ല. ജീവിതഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും പലപ്പോഴും നമ്മെ കടം വാങ്ങാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. കടം മനുഷ്യരുടെ സ്വസ്ഥതയെ ഇല്ലാതാക്കുകയും മനസ്സമാധാനത്തെ തകർക്കുകയും ചെയ്യുന്ന ഒന്നാണ്. കടം രാത്രിയിലെ ഉറക്കത്തെ കെടുത്തുകയും പകൽ മാനം കെടുത്തുകയും ചെയ്യുമെന്ന് ചൊല്ലുണ്ട്. കടം കൊടുക്കുന്ന കൈകൾക്കും വാങ്ങുന്ന കൈകൾക്കുമുണ്ട് ഒട്ടേറെ പറയാൻ. കടം, രോഗം, ശത്രു എന്നിവയെ ഒരിക്കലും നാം വില കുറച്ച് കാണരുത്. ഇതെല്ലാം പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവകളാണ്. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ, പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് നയിക്കണം. ഓർക്കണം, മനുഷ്യനെ വലിയ വിലയുള്ളവനാക്കുന്നത് അവൻ്റെ പണം കൊണ്ടല്ല, നല്ല ചിന്തകളും നല്ല സംസ്കാരങ്ങളും നന്മ നിറഞ്ഞ മനസ്സും കൊണ്ടാണ്. ആകയാൽ പണം എന്ന രണ്ടക്ഷരം കൊണ്ട് നല്ല ബന്ധങ്ങളെ ഒരിക്കലും ചെറുതാക്കാൻ ശ്രമിക്കരുത്. നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും കൈമുതലാക്കി വെക്കേണ്ടതുണ്ട്. അതിൽ നിന്നും നമുക്ക് നല്ല ബന്ധങ്ങളെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. എല്ലാവരും കരുതുന്നത് മരണമാണ് ഏറ്റവും വലിയ നഷ്ടമെന്നാണ്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ഒറ്റപ്പെട്ടു എന്ന തോന്നല്, എനിക്കൊന്നും സാധിക്കുകയില്ല എന്ന തോന്നല്, ഞാൻ ചെയ്തത് ശരിയായില്ലയോ എന്ന അപകർഷബോധം, ഇവയൊക്കെ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ മരിച്ചു ജീവിക്കുന്നു എന്ന അവസ്ഥയിൽ എത്തിക്കുന്ന ഒന്നാണ്. ആരും ഇവിടെ ഒറ്റയ്ക്കല്ല. ആദ്യം നമുക്ക് നാം തന്നെയാണ് തുണയുള്ളത് എന്ന് നമ്മുടെ മനസ്സിനെ ഉണർത്തേണ്ടത് നാം തന്നെയാണ്. മനസ്സാക്ഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. നമുക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പെരുമാറ്റങ്ങൾ പോസിറ്റീവായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ശരിയായ പരിശ്രമവും ദൃഢമായ വിശ്വാസവും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. നാം നമുക്ക് നല്ലൊരു കൂട്ടുകാരനായാൽ മതിയാകും. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു താൻ തന്നെയാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ മറ്റു ബന്ധങ്ങൾ നമ്മെ വിട്ടുപോകില്ല. അതാണ് പ്രകൃതി നിയമം. അവനവനിൽ വിശ്വാസമുള്ളവനാകുമ്പോൾ മറ്റുള്ളവർക്കും അവനിൽ വിശ്വാസം തോന്നും. തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നലും അപകർഷബോധവും വളരെ നിർബന്ധമായ രീതിയിൽ നമ്മളിൽ നിന്നും നാം നീക്കുക തന്നെ ചെയ്യണം. തനിക്ക് എല്ലാം സാധിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞുറപ്പിക്കേണ്ടതും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ ഘടകമാണ്. എങ്കിൽ നല്ല ബന്ധങ്ങൾ നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും.